കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോളേ എല്ലാവരും ചോദിക്കും വായിതായിജ് എന്നും അങ്കനവാടിക്ക് പോവുകയാണ്, എവിടുന്നാണ് എനിക്ക് ഈ വറകൊക്കെ കത്തിക്കാൻ കിട്ടുന്നത്? നമ്മൾ കൂടുതലും നമ്മൾ അടുപ്പിൽ റബ്ബർ വറക് അല്ലെങ്കിൽ തേക്കിൻ്റെ വറക് നല്ല വറക് വെച്ച് കത്തിച്ചുങ്ങാണ്ടാണ് നമ്മൾ വെക്കണതില്ലേ. അപ്പം കണ്ടോളി, നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളിത് കത്തിക്കണത് കേട്ടോ. അങ്കണവാടി വിട്ട് പോരുമ്പോൾ അതാ സ്കൂട്ടി അവിടെ നിർത്തി തോട്ടത്തേക്ക് വണ്ടി വരികയാണേ. എന്നിട്ട് കുഞ്ഞാടിയൊക്കെ അവിടെ കൊത്തി കീറി വെക്കും വിറക് കേട്ടോ. കത്തിയും കോടാലയും കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് വിറക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിമ്മ സ്കൂട്ടിമ്മ വെച്ചങ്ങാണ്ട് പെരേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് കാലാകാലം നമ്മളെ പെരയിൽ വിറക് വിത്തറന്നല്ല. കുഞ്ഞാണിയാക്കാക്ക് എവിടെ തോട്ടത്തിൽ വെട്ടുണ്ടെങ്കിലും മുതലാളിമാരോട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വിറകൊക്കെ എടുക്കണത്. ഓലെ സമ്മതത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കൊത്തിപ്പൊളിച്ചത് കുഞ്ഞാണിയാക്കയാണ്. ഈ വിറകില്ല എന്നുണ്ടെങ്കിൽ ഞാനും കൊത്തിപ്പൊളിക്കാനൊക്കെ കൂടും കേട്ടോ. എന്നിട്ട് വണ്ടിമ വെച്ച് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒരാളൊഴിഞ്ഞൊരു സ്ഥലമാണ്, കുറുക്കൻ കയറ്റം എന്നാ പറയട്ടോ. ഇതിപ്പോൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ഈ വിറക് എടുക്കണത് പോകാനൊക്കെ പേടിയാണ്. പിന്നെ വണ്ടികൾ എപ്പോഴും ഇങ്ങനെ പോകും, ബസ്സും കാറും ജീപ്പും ബൈക്കും ഏതോ ഒരു നേരം പോകും. എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് വിറക് എടുക്കാൻ വേണ്ടി പേടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ വ്ളോഗ് ചെയ്യാമെന്നും പറഞ്ഞാണ്. അപ്പോൾ കുഞ്ഞാണിയാക്ക പറഞ്ഞൊന്നും ചെയ്തോ എന്നും പറഞ്ഞു. കുഞ്ഞാണിയാക്കാൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ഇത് വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല വെയിറ്റുള്ള വിറകാണ്, നല്ല തേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, മുതലാളി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓലെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെ എടുക്കുന്നത്. എന്നിട്ട് എന്നും ബാലവാടി വിട്ട് പോരുമ്പോൾ ഞാൻ വണ്ടിൻ്റെ ഫ്രണ്ടിൽ നല്ലോണം ഒരു 2-3 വാരൽ വിറക് വെച്ച് വളരെ റിസ്ക് പിടിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ എന്താണെന്നറിയാം, നമുക്ക് സുഖമായിട്ട് കത്തിക്കാം. ഇപ്പം ഈ വേനലിൽ നമ്മൾ തെങ്ങുമട്ടനാണെങ്കിലും വിറകാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് സുഖസുന്ദരമായിട്ട് കത്തിക്കട്ടോ. വിറക് നനയാതെ പാത്തക്കണം, എന്നാലേ കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വിറക് കത്തിച്ചങ്ങാണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റുമാണ്. ചോറൊക്കെ നമ്മൾ വെക്കുമ്പോൾ കുടിവെള്ളമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഗ്യാസുമ്മ വെക്കണേലേറെ ഒരു ടേസ്റ്റ് ആക്കാറ് കേട്ടോ നമുക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ മക്കളെ, ഇങ്ങനെയാണ് ഞാൻ വിറകുണ്ടാക്കുന്നത്. അല്ല, ആദ്യമൊക്കെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തോട്ടത്തേക്ക് വിറകിന് പോയിട്ട്, ആദ്യമൊക്കെ അംഗനവാടി വിട്ട് വന്നിട്ട് തോട്ടത്തേക്ക് വക്കീലിൻ്റെ തോട്ടത്തേക്ക് TK കോളനി ഭാഗത്തേക്ക് കയറ് തരിയും കൊണ്ട് വിറകിന് പോയിന് ഞാനൊക്കെ. ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ ആയിട്ടൊന്നും ഇപ്പം അങ്ങനെ പോകലില്ല, കാരണം നേരല്ല. അപ്പോൾ ഈ വീഡിയോ ഇടൽ അതുപോലെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഹെൽമെറ്റും ബാഗും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വേഗം വന്നുങ്ങാണ്ട് വണ്ടി അവിടെ സൈഡിലേക്ക് നിർത്തുക, വിറക് അട്ടി വെക്കുക. അതിലിടയ്ക്ക് ആരെങ്കിലും ചിലപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടാൻ പോകില്ല കേട്ടോ. കാരണം പരിചയമില്ലാത്ത ആൾക്കാരാവും ബൈക്കിന് പോവുക, പരിചയമുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ കോമരത്തിനെ എല്ലാവരും അറിയും, കോമര ആരും അറിയില്ല പറഞ്ഞ മാതിരിയാണ് എൻ്റെ കാര്യം കേട്ടോ. ഇന്നെ എല്ലാവരും അറിയുന്നുണ്ടാവും, കാരണം നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും മിണ്ടാത്തൊന്നും ഇരിക്കൂല, പക്ഷെ നല്ലോണം വർത്താനത്തിൽ പോകൂല, എനിക്ക് പേടിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കയറി ഇരുന്ന് റിസ്ക് പിടിച്ചിട്ട് അപ്പോൾ നല്ല വണ്ടി സ്റ്റാർട്ടായി കിട്ടി എളുപ്പമാണ്. ഇങ്ങോട്ട് പൊന്തിച്ചിങ്ങോട്ട് വെക്കാനേ അവിടെ ഇറക്കായതുകൊണ്ട് നല്ല റിസ്ക് പിടിച്ചിങ്ങനെ താങ്ങി പിടിച്ച് പൊന്തിച്ച് നമ്മൾ ഇറക്കാകുമ്പോൾ ന്യൂട്രലിൽ ഇങ്ങനെ പോരും. പിന്നെ നമ്മൾ പെരേക്ക് എത്തിയിട്ട് ഞാൻ അപ്പം തന്നെ ആ വിറക് എടുത്ത് അട്ടിയിൽ കൊണ്ടുപോയേക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. മിക്കവാറും കുഞ്ഞാണിയൊക്കെയാണ് കൊണ്ടുപോയി വെക്കുക. കുഞ്ഞാണിയൊക്കെ അപ്പോൾ ഞാൻ കുഴങ്ങി വന്നതല്ലേ വിചാരിച്ചിട്ട് കുഞ്ഞാണിയൊക്കെ കൊണ്ടുപോയേക്കും, ഞാനും കൊണ്ടുപോയേക്കും കേട്ടോ. എനിക്ക് അപ്പം തന്നെ നമ്മളെ പണിയൊക്കെ ഉണ്ട് ഒരിക്കലേ സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തിക്കണം കേട്ടോ. വീടിൻ്റെ അടുത്ത് എത്തി ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ പൊള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കണ് വിറകും പൊള്ളി. എന്നാലും ഇത്രയും വിറക് ഇങ്ങോട്ട് എത്തിക്കിട്ട് അറിയുമ്പോൾ വണ്ടിമ്മ പോരുമ്പോൾ നമുക്ക് വലിയ നയിപ്പില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കിട്ടുമല്ലോ. അതിനിടയ്ക്ക് പോലും അവിടെ ഇവിടെയും ചാടി അതൊക്കെ നോക്കി അതിൻ്റെ വെച്ച് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ബാഗ് ഹെൽമെറ്റൊന്നും നിർത്തക്കാൻ എനിക്ക് നേരമില്ല. എനിക്കിത് നമ്മളെ ജോലി പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറയും, പഠിച്ചോനെ അത് ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ, ആരോഗ്യം തരട്ടെ ഇങ്ങനെ പണിയെടുക്കാൻ, ഇങ്ങനെ വിറക് കൊണ്ടുവരാനും വെക്കാനും. എനിക്കാണെങ്കിൽ ഇതിൻ്റെ വിറകിൻ്റെ പൊടിയൊക്കെ ആയ ഒരു ചൊറിച്ചിലാണ് കേട്ടോ മേത്ത്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, വിറകൊക്കെ എടുത്ത് വെച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ വേഗം ഡ്രസ്സ് കണ്ട് അലക്കിങ്ങാണ്ട് വേഗം മേലെഴുകിയിട്ടാണ് പിന്നെ അടുക്കളയ്ക്കും റൂമൊക്കെ പോകുള്ളൂ. കാരണം എനിക്ക് ഇതിൻ്റെ പൊടിയൊക്കെ ആയ ഒരു ചൊറിച്ചിലാണ്, അലർജി പോലെയാണ്. ഇതിൻ്റെ പൊടിയൊന്നും മേത്താകാൻ പറ്റില്ല. മുറ്റടിക്കുകയാണെങ്കിലും അതിൻ്റെ പൊടിയായാൽ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞാൽ പോയി കുടിക്കണം. അങ്ങനെയാണ് എൻ്റെ സ്കിന്ന്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ സ്കിന്ന് രോമകൂപങ്ങൾ ഇങ്ങനെ തുറന്നിരിക്കണോണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പൊടിയുടെ അലർജി വരുന്നത്. അപ്പോൾ പൊടിയാവാതെ ശ്രദ്ധിക്കും. പൊടിയായാൽ ഞാൻ പെട്ടെന്ന് കുളിച്ചാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. കുളിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ ഇങ്ങനെ വരും, അങ്ങനെയാണ്. അപ്പോൾ ഞാനിതാ വിറക് കൊണ്ടുപോയേക്കണം. അപ്പോൾ നമ്മളെ കുഞ്ഞു സ്വർഗത്തിൻ്റെ ബേക്കിലാണ് വിറകട്ടിട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൊത്തി പൊളിച്ച് പറിച്ച് വെച്ചതുകൊണ്ട് ഒരുപാട് വിറകട്ടിയുമ്പോൾ കൊള്ളു കേട്ടോ. ഇപ്പം അതിൻ്റെ മുകളിൽ എനിക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ ആയിക്കണം. അപ്പോൾ കുഞ്ഞാണിയൊക്കെയാണ് ഇപ്പോൾ വെച്ച് തരല്, കാരണം ഹൈറ്റ് നല്ലോണം ഉണ്ടാവുകൊണ്ടേ. അതുകൊണ്ട് നമുക്ക് നല്ലോണം പോലെ സുഖത്തിൽ കത്തിക്കട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തോട്ടത്തിൽ പോയി വിറക് കെട്ടി പെറുക്കി ഏറ്റി കൊണ്ടുവരാനും എനിക്ക് സന്തോഷമാണ്, ഇഷ്ടമാണ് കേട്ടോ. അതിനൊക്കെ അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ശീലിച്ച് എടുത്തു പോരുന്ന ഒരു ജോലിയാണ് ഈ വിറക് ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് കുഞ്ഞാണിയാക്കാൻ മേലേക്ക് വെച്ച് തരും. ഇതാണ് വിറകട്ടി. അപ്പോൾ കൊത്തി മുറിച്ച് ഇങ്ങനെ പാകത്തിൽ വെച്ചാൽ ഇനി നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കൊണ്ടുപോയി കത്തിച്ചാൽ മതി. ഒക്കെ നല്ല ഈടുള്ള നല്ല വിറകാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന വിറക് തന്നെയാണ്. വിറകട്ടി ഒഴിഞ്ഞു പോയിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ നല്ലതുപോലെ കത്തിക്കുന്നത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ എന്താ വില അല്ലേ? ഒരു കുറ്റി ഗ്യാസൊക്കെ എത്ര ഉപ്പാണ് തീരുക. അപ്പോൾ അതിന് പൈസയും ചിലവാകും. ഇതിപ്പോൾ ഓസിക്ക് കിട്ടുന്ന വിറകല്ലേ, നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. അപ്പം നമുക്ക് നല്ലോണം പോലെ സുഖത്തിൽ കത്തിക്കുകയും ചെയ്യാം. അപ്പോൾ മക്കളെ കണ്ടില്ലേ, തീ ഇങ്ങനെ കത്തുന്നുണ്ടോ? തീയൊക്കെ നല്ല അടിപൊളിയായി നമ്മളെ കീറ് വിറകുകൊണ്ട് കത്തുകയാണ്. അപ്പോൾ ഞാനിതാ കുമ്പളങ്ങയും വാഴക്കയും ഒക്കെ ഇട്ടുങ്ങാണ്ട് മോരൊക്കെ പറന്നുകൊണ്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാലോ വിചാരിച്ചുങ്ങാണ്ട് രാവിലെ തന്നെ ആദ്യം പിന്നെ കറിയാണ് ഉണ്ടാക്കുക കേട്ടോ. ചായയും കാടി അയക്കണം കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണില്ല. ഇനി വീഡിയോ ലെങ്ത് ആകേണ്ടപ്പോൾ തന്നെ 6-7 മിനിറ്റ് ആകാനായിക്കണം. ഇപ്പോൾ ഒരുപാട് വീഡിയോ ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ അതാ ഞാനിത് നല്ല നമ്മളെ പിന്നെ കുമ്പളങ്ങ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങേന് പിന്നെ പച്ചക്കായ അറിയണ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലുണ്ടായത്, അവള് തന്നതാണ് കേട്ടോ. പിന്നെ ഇതിക്കിടുന്ന മുളകോ, ആ മുളകാണെങ്കിൽ നമ്മളെ മരത്തുമുണ്ടായ കാന്താരി മുളകാണ് കേട്ടോ എരിവിന് ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ കലത്തുനിന്ന് മറ്റേ കലത്തേക്ക് തന്നെ മാറ്റി, കാരണം വെന്ത് വരുമ്പോൾ ആ കല നിറഞ്ഞു പോകും. അപ്പോൾ ഈ വലിയ കുണ്ടൻ കലത്തിലാകുമ്പോൾ നല്ലോണം കറി ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അടുപ്പത്തേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ നല്ലോണം മൂത്ത് പഴുത്ത കാന്താരി നമ്മളെ മരത്തുമുണ്ടായതുണ്ട്, അതങ്ങോട്ട് ഇടും ഞാൻ. കണ്ടോ, അത് നല്ലോണം കഴുകി വെച്ചിക്കണം. അതങ്ങോട്ട് ഇടും. അത് കീറൊന്നും വേണ്ട, അത് വെന്തുങ്ങാണ്ട് ഇങ്ങോട്ട് ഉടഞ്ഞോളും. എരിയേറിയാൽ കുഞ്ഞാണിയാക്കാക്ക് പറ്റൂല കേട്ടോ. പിന്നെ കാന്താരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ട് ഇനി നമുക്ക് ഈ കറി സൂപ്പറാവും കേട്ടോ. നല്ല കല്ലുപ്പ് ഇട്ട് കൊടുത്തിക്കണ് നമ്മളെ നല്ല കീറ് വറകിൽ കത്തി തിളച്ചതിന് വേകട്ടെ. എന്നിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും നാളികേരവും നല്ല ജീരകവും ഒക്കെ ഇട്ടുങ്ങാണ്ട് അരക്കുക. ഈ അരക്കണ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മോരോ തൈരോ പാർന്ന് പുളിക്കേ, എന്തായാലും നമ്മൾ മോര് കറന്നുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോരുണ്ടെങ്കിൽ കുറച്ച് മോരാണ് പാർന്ന് കൊടുക്കുക. എന്നിട്ട് നാളികേരത്തിലുണ്ട് അരച്ച് പാർന്ന് കൊടുത്ത് നമ്മളെ കൂട്ടാനാണ് കടുകും ഉള്ളിയും ഉലുവയൊക്കെ ഇട്ടാണ് പൊട്ടിച്ച് വറുത്താൽ നമ്മളെ സൂപ്പർ കറി, ടേസ്റ്റ് കറി റെഡി ആയിട്ടോ. അപ്പോൾ അതാ നമ്മളെ കറി ഏകദേശം റെഡി ആയി കണ്ടിരിക്കണം. മക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാൻ ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മടിയും ചെയ്യാതെ, ഒരു മടി കൂടാതെ നമ്മൾ പണി എടുക്കുകയാണെങ്കിൽ, ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. എല്ലാം കൊണ്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ അതാ കറി വറവിടലും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചോറ് വെക്കുന്നത്. ഈ ചോറ് വെക്കാൻ ഇപ്പോൾ റേഷൻ കടയിൽ ഈ ബോധനൻ്റെ അരിയാണ്. അത് കത്തി തിളച്ച് വെന്ത് കിട്ടണമെങ്കിൽ എത്രങ്ങാനും വിറക് വേണം. ഒരു കെട്ട് വിറക് ചോറ് വെക്കാൻ വേണം കേട്ടോ. ഒരു കെട്ട് വിറകൊന്നും വേണ്ട കേട്ടോ, ഞാൻ പറയാം. അതായത് 2 കൊള്ളി വിറകൊക്കെ വേണം, നല്ല വേവുള്ള അരിയല്ലേ. അപ്പോൾ അതാ നമ്മളെ ചോറും തന്നെ കണ്ടില്ലേ, ഇതിങ്ങോട്ട് കത്തി തിളച്ച് വെന്ത് എത്ര നേരമാണെന്ന് ഇത് വെന്തിട്ടാൻ. വെന്താലാണെങ്കിലോ നല്ല ചോറാണ്. അപ്പോൾ ഇനി പിന്നെ ഉണക്കറി പൊരിച്ചതും മുളക് പൊരിച്ചതും ഒക്കെ ഉണ്ടാവും, ഒന്നും കാണിക്കണില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം കേട്ടോ. ടാറ്റാ.